ഹായ്, നമസ്കാരം കുട്ടികളെ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഞാൻ ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്ന ആ സബ്സ്ക്രൈബറിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് ലൈക്ക് ചെയ്ത്, ഒന്ന് ഷെയർ ചെയ്ത്, ഒന്ന് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. ഞാൻ ചട്ടി അടുപ്പിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാളൻ പുളി കുറച്ചെടുത്തു കേട്ടോ. മത്തി കറി വയ്ക്കാനാണ് കേട്ടോ വെക്കുന്നത്. മത്തി നല്ല മുളകിട്ടത് കേട്ടോ. നല്ല മലബാർ സൈഡിലേക്ക് മുളകിടുന്നത്, മലബാറിന് കോഴിക്കോട് ഭാഗത്തേക്ക് കേട്ടോ. എന്നിട്ട് കരിവേപ്പില, ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഞാൻ ചുമന്നുള്ളി ഒരു 6-7 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകാണത് കേട്ടോ. പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ഞാൻ. ഈ പച്ചമുളക് നല്ല എരിവാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ 10 മത്തി ഉള്ളത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളെന്താ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഒരു സുഖം എന്താണെന്നറിയോ? നമുക്ക് വേണമെങ്കിൽ നമുക്കിത് ചേർത്തിയാൽ മതി എണ്ണ. എന്നിട്ട് ഞാൻ കുറച്ച് നുള്ളു ഉലുവപ്പൊടി ഇട്ട് കേട്ടോ. കുറച്ച് ഉലുവപ്പൊടി, പിന്നെ ഒരു നുള്ളു പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ളു ഇട്ടു. പിന്നീട് നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിരിക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ ചുമന്ന മുളക് പൊടി ഇട്ട്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കില്ല കേട്ടോ. വാങ്ങി വയ്ക്കും, അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ട് പിന്നീട് തക്കാളിയും കൂടി ഇടണം. തക്കാളി ഞാൻ ഇട്ടിട്ടില്ല, അപ്പം മുറിച്ചിടണം വെച്ചിട്ടാണ്. തക്കാളിയും കൂടി മുറിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കണം കേട്ടോ നമ്മൾ. അപ്പോഴാണ് ആ കറിയിലേക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയും ഇഞ്ചി തക്കാളിയുടെ ഒക്കെ സത്തിറങ്ങി വരുള്ളൂ കേട്ടോ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. ഈ ഡയബറ്റിക് പേഷ്യൻസിനും ഈ ഷുഗർ പേഷ്യൻസിനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ. മറ്റേ നമ്മൾ വഴറ്റി വയ്ക്കുമ്പോൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യും നമ്മൾ എണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടും. അപ്പം നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും HDL-ഉം LDL കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനോ അതുണ്ടാവില്ല. വേണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിലൂടെ ഒഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ തൂമിക്കണ്ണ 1 ടേബിൾ സ്പൂണ് മാത്രം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇതാക്കിയിട്ട് ഉള്ളി തൂമിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ഒഴിക്കുക കേട്ടോ. അപ്പം നല്ലോണം ഞെരണ്ടി എടുക്കുമ്പോൾ ആ കരിവേപ്പിലേൻ്റെയും ഒക്കെ നല്ലോണം ആ സത്തതിലേക്ക് ഇറങ്ങും. ഇപ്പം തന്നെ ആ നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ തന്നെ ആ കറിക്കൊരു മണം തരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കാറില്ല. ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് എനിക്ക് ഉണങ്ങി കിട്ടില്ല കേട്ടോ. എനിക്ക് കോഴിക്കോട് നിന്ന് ഒരു വീട്ടിൽ നിന്ന് കുണ്ടോട്ടി ഒരു വീട്ടിൽ നിന്ന് എനിക്ക് കൊടുത്തയക്കലാണ് കേട്ടോ. അപ്പോൾ അവർ കൊടുത്തയക്കുന്ന പൊടിയാണിത്. ഞാനൊരു ഇതിനകത്ത് കണ്ടിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ നല്ല പൊടിയാണ്. നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ വൃത്തിയിലും അതേ തനതായ ശൈലിയിലൊക്കെയാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടത്. എന്നിട്ട് ഞാൻ നല്ലോണം വെട്ടി തിളയ്ക്കണം. ആ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. നല്ലോണം വെട്ടിത്തിളച്ച് ആ മണമൊക്കെ ആ കുത്തൊക്കെ മാറിയതിന് ശേഷം ഞാൻ മീനെടുത്തിട്ട് അപ്പോഴാണ് നോക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ചില സമയം നമുക്ക് ഭയങ്കര മറതിയായിരിക്കും ഉണ്ടാവുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഇതാവട്ടെ കേട്ടോ. കിടന്നിട്ട് മീൻ ഈ മത്തിനകത്ത് ഇപ്പം അടുത്ത് കണ്ടുപിടിച്ചതാണ്, ഡോക്ടർ കണ്ടുപിടിച്ചതാണ്. അമേരിക്കൻ ജേണലിൽ കണ്ടു ഞാൻ. മത്തി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അലർജി വരെ മാറുന്നുണ്ടെന്ന്. അപ്പം മത്തിയിൽ അത്രമാത്രം ഒമേഗ ഉണ്ട്. അതുപോലെ തന്നെ ഈ റൈസ് ഞാൻ ഈ ഷുഗറുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം? ഇതുപോലെ തലേന്ന് ചോറ് വെച്ചിട്ട് കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ലോണം 2 പ്രാവശ്യം കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. പിറ്റേ ദിവസം ഈ ചോറെടുത്ത് ഒന്നും കൂടി കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞ് പിന്നെ 1 പ്രാവശ്യം കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലറി നല്ല കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഷുഗറിലവർക്ക് കുറേ ചോറുന്നരുത് കേട്ടോ. നമ്മൾക്ക് എത്രയാണോ ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൈപ്പിടിയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സൊക്കെ പറയുക. ഒരു കൈപ്പിടി ചോറെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെജിറ്റബിൾസും ഫിഷും ഒക്കെ കഴിക്കുക കേട്ടോ.
അപ്പം അതുകൊണ്ട് വയറ് നിറയ്ക്കുക, സാലഡ്സ് കൊണ്ടൊക്കെ വയറ് നിറയ്ക്കുക. അപ്പോൾ സാലഡ്സ് ഒന്നും ഇപ്പോൾ നമ്മൾ അമ്മമാർക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടി. അപ്പം ഇങ്ങനെ ചോറെടുത്ത് വെച്ച് അതിന് നിങ്ങളുടെ ഒരു പിടി ചോറെടുക്കുക, 1.5 പിടി ചോറെടുത്ത് പിന്നെ മീൻ കറി ഒഴിച്ച് പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇട്ട് നിങ്ങൾക്ക് കഴിക്കുക. നന്നായിട്ട് പപ്പായ, കോവയ്ക്ക, അങ്ങനെയുള്ള പല തോരനിലുണ്ടല്ലോ നമുക്കിപ്പോൾ. അങ്ങനെയുള്ള എന്തെങ്കിലും തോരനെടുത്ത് വയറ് നിറച്ചും കഴിക്കുക കേട്ടോ. എന്നുവെച്ചാൽ ചോറ് എടുക്കുന്ന അളവ് കൂടരുത് എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചോറുണ്ടാക്കി നോക്കുക. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ്, എനിക്കിവിടെ എൻ്റെ മരുമക്കൾ 2 പേര് ഡോക്ടർമാരാണ്, പിന്നെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ കഴിച്ചാൽ മതി. പക്ഷെ എനിക്ക് ഡയബറ്റിക് ഉണ്ടായിട്ടല്ല, ഞാനിപ്പോഴേ അങ്ങനെ ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഡയബറ്റിക് ആയി പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നല്ല കലറി കുറവുണ്ട്. നമ്മൾ ഷുഗറൊക്കെ പോയി നോക്കുന്ന സമയത്ത്, പിന്നെ ഡയബറ്റിക്കുള്ള എൻ്റെ റിലേറ്റീവ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ നല്ല കുറവാണ് ഷുഗറിന്. അപ്പം നമ്മൾ കൂടുതൽ കലറി പോവും വേണ്ട, ആ കറക്റ്റ് അളവ് എടുക്കണേ, ഡോക്ടർ പറഞ്ഞ കറക്റ്റ് അളവ്. അപ്പം ഓരോരുത്തരുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ചിട്ടായിരിക്കും കലറി നോക്കുന്നുണ്ടാവുക. അപ്പം എത്ര ഹൈറ്റും വെയിറ്റ് ഉള്ളവർക്കാണെങ്കിലും കയ്യിൻ്റെ പിടിയിൽ നമ്മളിങ്ങനെ കയ്യിൻ്റെ ഉള്ളനടിയിൽ ഒരു തവി ചോറ് പോലെ എടുക്കുക, ഒരു ഇച്ചിരിയും കൂടി എടുത്തിട്ട് നമ്മൾ കഴിക്കുക. പിന്നെ നമ്മൾ കഴിക്കരുത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വയറ് ഫില്ല് ചെയ്യുക. എന്തുകൊണ്ട്? നന്നായിട്ട് വെജിറ്റബിൾസും ഫിഷ് കൊണ്ടൊക്കെ മത്തിയൊക്കെ വെച്ചൊരു 5-6 മത്തിയൊക്കെ കഴിക്കുക. അതിനൊക്കെ നല്ല ഹൃദയത്തിനൊക്കെ ഹാർട്ടിനൊക്കെ നല്ലതാണത് കേട്ടോ. അപ്പം ഇങ്ങനെയൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മത്തിക്കറി ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തൂമിച്ചിട്ട് അതിലെത്തി ഒഴിച്ചു കേട്ടോ. ഞാൻ തൂമിച്ചൊഴിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇതാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തൂമിച്ചൊഴിച്ചത്. എന്നിട്ട് ഞാൻ ഈ ചട്ടി അടുപ്പിൽ ഇപ്പുറത്തേക്ക് വെക്കണം. എനിക്ക് ക്യാമറ അങ്ങോട്ടേക്ക് പോവില്ല, അതാണ് മെയിൻ പ്രശ്നമുള്ളത്. അപ്പോൾ അടുക്കള ചെറുതാണ്. ഇവിടെ ഫ്ലാറ്റുകളിലൊക്കെ അടുക്കളയൊക്കെ ചെറുതായിരിക്കും ഉണ്ടാവുന്നത്. ബെഡ്റൂംസൊക്കെ വലിയതായിരിക്കും, കിച്ചൺ മാത്രം സ്റ്റുഡിയോ ടൈപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്, ചെറുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വിചാരിച്ച പോലെ ക്യാമറ ഒന്നും വെക്കാൻ കഴിയില്ല. എന്നിട്ട് ഇതുപോലെ താളിച്ചൊഴിച്ചതിന് ശേഷം ഇത് കണ്ടോ എന്ത് രസമാണ്. മീൻകറിയുടെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് മലബാറിൽ മുളകിടുന്നത്. മലബാറിലെ മുളകിട്ട കറിയാണത് കേട്ടോ. മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഞാൻ മത്തി മുറിക്കാണ്ടായിട്ടിരിക്കുക. വലിയ മത്തി ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഇത് രാവിലെ വെച്ചു. അപ്പോൾ 2 മണിയാകുമ്പോഴാണ് ചോറുണ്ണ. അപ്പോഴത്തേക്കും ഈ മുളകൊക്കെ ഇതുമാത്രം പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കൂട്ടി കഴിക്കുക. ഞാൻ അധികം ഈ ചട്ടി എടുക്കും. എനിക്ക് ചട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെല്ലാവരും എന്നെ ഇവിടെ കളിയാക്കും ചട്ടിയിലിട്ട് കഴിക്കണേന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടീനകത്ത് കഴിക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ മീൻ കറി ഉണ്ടാക്കി വെച്ച് കഴിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.